വിഷയം പോസ്റ്റ് ട്രൂത്ത് കാലമാണ്. പോസ്റ്റ് ട്രൂത്ത് എറ എന്ന പേരിൽ 2004 വന്നൊരു പുസ്തകമാണ് ലോകത്ത് ചർച്ചയാക്കുന്നത്. മലയാളത്തിൻ്റെ ഒരു പരിമിതി പലപ്പോഴും ശിവൻ, എൻ്റെ ആത്മസുഹൃത്ത് ശിവപ്രസാദ് അതിനെക്കുറിച്ച് നിരൂപകൻ എന്ന നിലയിൽ ആധികാരികമായിട്ട് പറയുമായിരിക്കും. എൻ്റെ 5 മിനിറ്റിൽ ഞാൻ സൂചിപ്പിക്കുന്ന ഒരു കാര്യമേ ഉള്ളൂ. എന്താണ് പോസ്റ്റ് ട്രൂത്ത് കാലം എന്ന് നമുക്ക് എങ്ങനെയാണ് തിരിച്ചറിയുന്നത്? പ്രശ്നം പലപ്പോഴും മലയാളത്തിൽ എല്ലാ സാഹിത്യ പ്രവണതകളും എല്ലാ സാംസ്കാരിക അടയാളങ്ങളും പ്രത്യക്ഷപ്പെടാൻ വൈകിപ്പോകും. വിജയ് മാഷ് ഉൾപ്പെടെ എല്ലാവരും ചൂണ്ടിക്കാണിച്ചൊരു കാര്യം, കാൽപ്പനികത യൂറോപ്പിൽ അവസാനിച്ച കാലത്താണ് നമ്മൾ തുടങ്ങുന്നത്. 1906 വീണപൂവ് എന്നൊക്കെ പറയുന്നത് യൂറോപ്പിൽ കാൽപ്പനിക റൊമാൻറ്റിസിസം അവസാനിച്ച കാലമാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും വൈകിയാണ് ഒന്നുകിൽ നമ്മൾ ഉണരുന്നത് അല്ലെങ്കിൽ വൈകിയാണ് തിരിച്ചറിയുന്നത്. നേരത്തെ പറഞ്ഞ പോലെ സഞ്ജയൻ സാറൊക്കെ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, നമ്മുടെ കയ്യിൽ ഇതിനേക്കാൾ ഭേദപ്പെട്ട പലതും എന്നോ ഉണ്ട് എന്ന് തിരിച്ചറിയാനും നമ്മൾ വൈകുന്നു. രണ്ട് തരത്തിലാണ് നമ്മൾ വൈകുന്നത്. അതുകൊണ്ട് പോസ്റ്റ് ട്രൂത്ത് എറ എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രശ്നം ഇത്രയേ ഉള്ളൂ. ഈ സത്യമില്ലാത്ത കാലമല്ല, സത്യം മരിച്ചു കഴിഞ്ഞിട്ട് അതിൻ്റെ പിറ്റേന്ന് ജീവിക്കുന്ന ഒരു കാലമല്ല, മറിച്ച് സത്യത്തെ നമ്മൾ തിരിച്ചറിയാൻ, സത്യമോ മിഥ്യയോ എന്നാണ് ചോദ്യം. സത്യവും മിഥ്യയും തമ്മിൽ തിരിച്ചറിയാൻ വല്ലാതെ കഷ്ടപ്പെടുന്ന ഒരു കാലം, സത്യം വല്ലാതെ വീർപ്പ് മുട്ടുന്ന ഒരു കാലം. ഇത് വളരെ പ്രകടമാണ്. എന്താണ് സത്യാനന്തര കാലത്തെ? ഇപ്പം നമുക്കുണ്ടായിരുന്ന കാലങ്ങളെയൊക്കെ ഓടിച്ചു പറഞ്ഞാൽ നമുക്ക് നേരമില്ലാത്തതുകൊണ്ടാണ്. നമുക്കൊരു ക്ലാസിക് കാലം ഉണ്ടായിരുന്നു, നമുക്ക് ഒരു ക്ലാസിക് കാലം ഉണ്ടായിരുന്നു, നമുക്ക് റൊമാൻറ്റിസിസം ഉണ്ടായിരുന്നു, നിയോ റൊമാൻറ്റിസിസം ഉണ്ടായിരുന്നു, നമുക്ക് റിയലിസ്റ്റിക് കാലം ഉണ്ടായിരുന്നു, മാജിക്കൽ റിയലിസം ഉണ്ടായിരുന്നു. നമുക്ക് അതൊക്കെ കഴിഞ്ഞ് നമുക്ക് മോഡേണിസം, ആധുനികത വന്നു, ഉത്തരാധുനികത വന്നു. അതിനുശേഷം വന്ന ഒരു കാലത്തെയാണ് നമ്മൾ വിളിക്കുന്നത്. അതിനെ പീരീഡ് എന്ന് വിളിക്കാറില്ല, എറ എന്നാണ് വിളിക്കുക. പീരീഡ് വിളിക്കുമ്പോൾ അതിന് എൻഡ് വേണം, സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും വേണം. എൻഡില്ല. പക്ഷെ ഇതൊരു ഓപ്പണാണ്. എത്ര കാലം എന്ന് അവസാനിച്ചു എന്ന് പിൽക്കാലത്ത് നമ്മൾ തിരിച്ചറിയുള്ളൂ. അതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പൊ ഇപ്പോൾ സംഭവിക്കുന്ന കാര്യം എന്താണ്? പോസ്റ്റ് ട്രൂത്ത് എറയുടെ ഒരു പ്രത്യേകത, ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത, സാഹിത്യത്തിലും സംസ്കാരത്തിലും നമ്മൾ ധരിച്ചു വന്ന എല്ലാ ധാരണകളെയും തിരുത്തുന്നു. കാരണം ഒരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങളുടെ മുമ്പിൽ ലോകത്തിലെ ഏതു വിശേഷവും നിമിഷാർദ്ധം കൊണ്ട് അറിയാനുള്ള ഡിവൈസ് ഉണ്ട്. നിങ്ങളുടെ ഡിവൈസിൽ വന്ന് നിറയുന്ന ഇൻഫർമേഷൻ സത്യമോ മിഥ്യയോ തിരിച്ചറിയാനുള്ള യാതൊരു ടൂളും നിങ്ങളുടെ കയ്യിലില്ല. അതാണ് പ്രധാനപ്പെട്ട ഒരു അപകടം. ഇതാണ്. ഇത് ഇപ്പോൾ ഉണ്ടായതല്ല, വളരെ നേരത്തെ ഉള്ളതാണ്. ഞാനത് അടുത്ത റൗണ്ടിലൊക്കെ സമയം ഉണ്ടെങ്കിൽ വിസ്തരിച്ച് പറയാം. ഇത് വളരെ നേരത്തെ തിരിച്ചറിഞ്ഞ ഒരാളുണ്ട്. അത് ഫ്യൂച്ചർ ഷോക്കും ഈ പവർ ഷിഫ്റ്റും ഒക്കെ എഴുതിയ ആൽവിൻ ടോഫ്ലറാണ്. 70-കൾ അദ്ദേഹം തുടർച്ചയായിട്ട് എഴുതിക്കൊണ്ടിരുന്നു. ഇപ്പോൾ ഏതാണ്ട് തപസ്യയുടെ പ്രായമുണ്ട്. 1970 തപസ്യയുടെ പ്രായം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ അതോടൊപ്പം ആരംഭിച്ചൊരു ചർച്ചയാണിത്. ടോഫ്ലർ അന്ന് 70 എഴുതിയതാണ് ഫ്യൂച്ചർ ഷോക്ക്. 80 അദ്ദേഹം പിന്നീട് ഈ 80 ഒരു നോവൽ എഴുതുന്നു, 90 മറ്റൊന്ന് എഴുതുന്നു. ഇതൊക്കെ വിസ്തരിച്ച് പറയേണ്ടതാണ്. ഈ 3 നോവലുകളിലൂടെയാണ് അദ്ദേഹം, മൂന്ന് പുസ്തകങ്ങളിലൂടെയാണ് പൂർത്തിയാക്കുന്നത്. എന്താണ് ഈ സത്യാനന്തര കാലത്തിന്റെ പ്രശ്നം? സത്യാനന്തര കാലത്തിന്റെ പ്രശ്നം ഇൻഫർമേഷൻ ഓവർലോഡാണ്. ഓവർലോഡായി ഇൻഫർമേഷൻ വരുമ്പോൾ, ഓവർലോഡായിട്ട് എന്ത് വന്നാലും നിങ്ങൾ ഹാക്കാവും, നമുക്ക് തിരിച്ചറിയാൻ ബുദ്ധിമുട്ടുണ്ടാവും. സാക്ഷാൽ നമ്മുടെ മലയാളത്തിന്റെ പ്രിയപ്പെട്ട നടൻ അവർ ഓർത്താൽ മതി, നമ്മൾ സത്യവും മിഥ്യയും എങ്ങനെയാണ്. മലയാളത്തിലെ പ്രധാനപ്പെട്ട 5-6 നടന്മാരെങ്കിലും 5-6 തവണയെങ്കിലും മരിച്ചത് ഞാൻ കണ്ടിട്ടുണ്ട്, വാർത്ത നിങ്ങളും കണ്ടിട്ടുണ്ടാവും. നമ്മുടെ കയ്യിൽ ഓപ്ഷൻസ് ഇല്ല. ഇത് ക്രിയേറ്റ് ചെയ്യുന്നവരുണ്ട്, മിസ്ഇൻഫർമേഷൻ ക്രിയേറ്റ് ചെയ്യുന്നവരുണ്ട്. അതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. അതുകൊണ്ട് പുതിയ സത്യാനന്തര കാലത്തിന്റെ പ്രത്യേകത ഒന്ന് പേഴ്സണലാണ്, സോഷ്യൽ അല്ല. പേഴ്സണൽ ഈസ് മോർ പൊളിറ്റിക്കൽ എന്നാണ് മുദ്രാവാക്യം. വ്യക്തിക്ക് എന്ത് തോന്നുന്നു, വ്യക്തിയുടെ ഇഷ്ടം അനിഷ്ടം, അതാണ് പ്രധാനപ്പെട്ട കാര്യം. 2, ഇമോഷണലാണ്, എവിഡൻസ് അല്ല. ഇമോഷൻ മോർ ദാൻ എവിഡൻസ്. നിങ്ങൾക്ക് എവിഡൻസ് ഉണ്ടോ എന്ന ചോദ്യമല്ല. ഇതിന് ഓരോന്നിനും ഞങ്ങൾക്ക് വേണമെങ്കിൽ പുതിയ കാലഘട്ടത്തിലെ പുസ്തകങ്ങൾ വെച്ച് തന്നെ നമുക്ക് ചർച്ചയ്ക്ക് എടുക്കാവുന്നേ ഉള്ളൂ. ഞാനിപ്പോൾ ഇതിൻ്റെ ആമുഖമായ 5 മിനിറ്റിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, 3 കാര്യങ്ങളാണ് സത്യാനന്തര കാലത്തെ രാഷ്ട്രീയത്തെ നയിക്കുന്നത്. ഒന്ന്, പേഴ്സണൽ ആണ് ശരി, പേഴ്സണൽ ആണ് സത്യം, സോഷ്യൽ അല്ല. 2, ഇമോഷൻസ് ആണ് ശരി, എവിഡൻസ് അല്ല, ഫാക്ച്വൽ അല്ല. മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം പ്രിജുഡൈസ് ആണ്. നമ്മൾ മുൻകൂട്ടി തീരുമാനിച്ചു വെച്ചത് എന്താണോ അതിൽ നിന്ന് നമ്മളെ മാറ്റാനാവില്ല. ഈ തരത്തിലുള്ള അജണ്ടകളാണ് പ്രധാനമായിട്ട് നടക്കുന്നത്. അതിൽ ആശാവഹമായൊരു കാര്യം ഞാൻ ഈ സമയത്ത് പറയുന്നുള്ളൂ. പ്രധാനപ്പെട്ട ഒരു കാര്യം, നേരത്തെ സഞ്ജയൻ സാറിന്റെ പ്രസംഗം കേട്ടപ്പോൾ എനിക്ക് തോന്നി ഭൂതകാലത്തിന്റെ നന്മകളെ നമ്മൾ വല്ലാതെ കളഞ്ഞു കുടിക്കുകയോ മറന്നു പോവുകയോ ചെയ്യുന്നുണ്ട്. അങ്ങനെ അല്ല എന്ന് എനിക്ക് തോന്നുന്നു. പ്രതീക്ഷാ നിർഭരമായ ഒരു പുതിയ ലോകം കൂടി പിറന്നു കഴിഞ്ഞിട്ടുണ്ട്. അതുകൂടി കാണുമ്പോഴാണ് നമുക്ക് പൂർത്തിയാകുക. ഭൂതകാലത്തിന്റെ അഭിമാനത്തെ
പുതിയ കാലത്തോട് ചേർത്ത് വെക്കാനുള്ള പാലം കൂടിയാണ് സംസ്കാരം. അതാണ് സാംസ്കാരിക പ്രവർത്തനം. ഞാൻ രണ്ട് മൂന്ന് ഉദാഹരണങ്ങൾ പറയാം. ഞാൻ ഏറ്റവും കൂടുതൽ വായിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുസ്തകം, കൗതുകത്തോടെ വായിച്ചൊരു പുസ്തകം, എനിക്ക് ഏറെ ഞാൻ ഒരു കാലത്ത് ഈ മാർസിയൻ ഹിസ്റ്ററി എന്നൊക്കെ പറയുന്നതിനെ വലിയ അഭിമാനത്തോടെ കണ്ടിരുന്നതാണ്. റൊമീല താപ്പറുടെ ഒരു ഇന്റർവ്യൂ വന്നിട്ടുണ്ട്. നമിത് അറോറ എന്ന ഈ ഇന്ത്യയിലെ വിഖ്യാതനായ ജേർണലിസ്റ്റ് അവരുമായി നടത്തിയ സ്പീക്കിംഗ് ഓൺ ഹിസ്റ്ററി എന്നാണ് പുസ്തകത്തിന്റെ പേര്. വലിയ പുസ്തകമാണ്. ഒരുപാട് ചോദ്യങ്ങൾ, നമ്മളൊക്കെ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ചോദ്യങ്ങൾ, പക്ഷെ അവർ പറയുന്ന ഒരു ഉത്തരവുണ്ട്. പ്രൈഡ് വർത്തി ഓഫ് ഹിന്ദു പാസ്റ്റ്, ഒരു ചാപ്റ്ററാ, 24 അധ്യായങ്ങളുണ്ട്. ഇന്ത്യയിലെ ഹിന്ദുവിൻ ആരത് പറയുന്നത് നോക്കണം. മാർസിയൻ ചരിത്രം എന്ന പേരിൽ ചരിത്രത്തെ കൊലവിളിച്ചൊരു നീണ്ട കാലമുണ്ട്. ഒരു പക്ഷേ നമ്മുടെ ഇന്ന് കാണുന്ന മഹാദുരന്തങ്ങൾക്കൊക്കെ കാരണം മാർസിയൻ ഹിസ്റ്റോറിയൻസ് ആണ് ഞാൻ പറയും. പക്ഷെ ആ റൊമീല താപ്പർ, അതിന്റെ ആചാര്യസ്ഥാനത്തിരിക്കുന്ന റൊമീല താപ്പർ വയസ്സുകാലത്ത് തിരിച്ചറിഞ്ഞിരിക്കുന്നു, എന്നെ റീസണബിൾ ആക്കിയ ഒരാളാണ്. എന്നെ റീസണബിൾ ആക്കിയത് നേരത്തെ സഞ്ജയൻ സാർ പറഞ്ഞതുപോലുള്ള അഥർവവേദമാണ് എന്നെ റീസണബിൾ ആക്കിയത്. ആ തിരിച്ചറിവിലേക്ക് അവർ വരുന്നില്ല. എല്ലാവരും അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒന്ന്. വേറൊന്ന്, ഗുരു ടു ദ വേൾഡ് എന്ന് പറഞ്ഞൊരു പുസ്തകം ഞാൻ വായിച്ചു. അത് റൂത്ത് ഹാരിസിൻ്റെതാണ്. സ്വാമി വിവേകാനന്ദനെ കുറിച്ചുള്ള പുസ്തകമാണ്. സ്വാമി വിവേകാനന്ദ പലരും സൂക്ഷ്മതക്കുറവുണ്ട് നമ്മുടെ പലപ്പോഴും. സ്വാമി വിവേകാനന്ദൻ 1893 സെപ്റ്റംബറിൽ ചിക്കാഗോയിൽ സമ്മേളനത്തിന് പോയി. സമ്മേളനം കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് പോകുന്നു നമ്മൾ ധരിച്ചത് പലപ്പോഴും. നമ്മുടെ കുട്ടികൾക്ക് ക്ലാരിറ്റി കുറവുണ്ട്. അദ്ദേഹം അന്ന് ഇന്ത്യ വിട്ടതാണ്, ഇന്ത്യയെ പഠിപ്പിക്കാൻ. എന്നിട്ട് ലോകം മുഴുവൻ കറങ്ങും. 4 കൊല്ലം കഴിഞ്ഞിട്ടാണ് അദ്ദേഹം തിരിച്ച് ഇന്ത്യയിൽ വരുന്നത്. ആരും പറയാറില്ല. ആ പോക്ക് ലോകത്തിന് സമ്മാനിച്ചത് എന്തിനാണെന്നറിയോ? ഈ ഹിന്ദു സംസ്കാരത്തെ പ്രതിനിധീകരിച്ച് ഒരാളെ വിളിക്കാൻ തീരുമാനിച്ചത് അങ്ങനെ നമ്മളീ പറയില്ലേ, അധമ സംസ്കാരത്തെ പഠിപ്പിക്കാനാ. ലോകത്തിന്റെ ഇൻഫീരിയർ കൾച്ചറിനെ പഠിപ്പിക്കാൻ അതിന്റെ പ്രതിനിധിയായിട്ടാണ് വിളിച്ചത്. പക്ഷെ അദ്ദേഹം അവിടെ മാത്രമല്ല, അദ്ദേഹം കൊളംബോയിൽ പോയി ലോകം മുഴുവൻ പോയി സഞ്ചരിച്ചിട്ട് സുപ്പീരിയർ കൾച്ചറാണ് ലോകത്തെ പഠിപ്പിച്ചു എന്ന് ഇന്ത്യക്കാരി അല്ലാത്ത ഈ റൂത്ത് ഹാരിസ് തിരിച്ചറിയുന്നതാണ്. രണ്ടാമത്തെ പുസ്തകം. ഞാൻ പറഞ്ഞ എല്ലാം ഉണ്ട്. മൂന്നാമതൊരു കാര്യം കൂടി ചേർത്ത് പറയേണ്ടതുണ്ട്. നേരത്തെ പൗലോ കൊയ്ലോയെ കുറിച്ച് പറഞ്ഞില്ലേ? പൗലോ കൊയ്ലോയുടെ പുസ്തകങ്ങൾ, ലോകത്തിൽ പുസ്തക വിൽപ്പനയുടെ എല്ലാ റെക്കോർഡും ഭേദിച്ച പുസ്തകമാണ് ആൽക്കെമിസ്റ്റ്. നേരത്തെ സാറ് പറഞ്ഞല്ലോ, ഹരിദാസ് സാറ് പറഞ്ഞു. ആ പുസ്തകം എന്തുകൊണ്ട് വിറ്റഴിക്കപ്പെടുന്നു എന്നതിന്റെ രഹസ്യം ഈയിടെ അമേരിക്കയിലെ പെൻസിൽവാനിയ യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹത്തോട് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഉത്തരം ആരോടും പറയരുത്. ലോകത്തിലെ അതിസമ്പന്നമായൊരു സംസ്കാരമുണ്ട്, ആ നാട്ടുകാർക്ക് പക്ഷെ അത് വിൽക്കാൻ അറിഞ്ഞൂടാ, എനിക്ക് നന്നായിട്ട് വിൽക്കാൻ അറിയാമെന്നാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നത്, അവിടെ നിറഞ്ഞ സ്റ്റാൻഡിങ് അപ്ലോസ് കൊടുത്തു ജനം. അത് എവിടുന്നാന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇറ്റ്സ് ഫ്രം ഇൻഡോളജി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇന്ത്യൻ കൾച്ചറിൽ നിന്ന് എനിക്ക് കിട്ടിയതാണ്. അത് ഞാൻ വിറ്റു. മാത്രം ഈ പുസ്തകം മാത്രമല്ല കേട്ടോ, ആൽക്കെമിസ്റ്റ് മാത്രമല്ല, ഇപ്പൊ ദ സ്പൈ ഉൾപ്പെടെയുള്ള അദ്ദേഹത്തിന്റെ വിഖ്യാതമായ പുസ്തകങ്ങളൊക്കെ തന്നെ ഇന്ത്യൻ കൾച്ചറാണ്. ഇന്ത്യൻ കൾച്ചർ എങ്ങനെ വിൽക്കണമെന്ന് മറ്റുള്ളവർക്ക് അറിയാം, നമുക്ക് അറിഞ്ഞൂടാ. നമുക്കത് ഓർക്കാൻ പോലും അഭിമാനത്തോടെ പറ്റുന്നില്ല എന്നതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ഒറ്റ കാര്യം കൂടി, ഞാൻ സമയത്തിന്റെ പ്രശ്നമുണ്ട്. ഞങ്ങൾ പിന്നെയും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് നല്ലതെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ ഒരുമിച്ച് പറഞ്ഞു തീർക്കുന്നോ. അപ്പോൾ ഈ അവസാനത്തെ കാര്യം ഉണ്ടല്ലോ, കേരളം ഞാൻ നേരത്തെ പറഞ്ഞപ്പോഴായിരുന്നു, വന്ദേ മാതരത്തെ കേരളം മാത്രമല്ല തിരിച്ചറിയുന്നത്, ആരൊക്കെയാണോ എതിർത്തത് അവരൊക്കെ തിരിച്ചറിയുന്നുണ്ട്. വന്ദേ മാതരത്തെ നമ്മൾ കാണേണ്ടത് മൗലാന മുഹമ്മദ് അലി 1923 വന്ദേ മാതരത്തെ എതിർത്ത കാലമല്ല. മൗലാന മുഹമ്മദ് അലിയുടെ സമുദായം 100 കൊല്ലത്തിന് ശേഷം 2026 ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഗ്രീൻ ഇസ്ലാമിനെ കുറിച്ചാണ്. എന്താ ചർച്ച എന്നറിയോ? സെമിറ്റിക് ഇസ്ലാമിൽ ആലോചിക്കൂ, സെമിറ്റിക് മതങ്ങളിൽ ഒന്നും പ്രകൃതിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയില്ല. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസനത്തൻ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുക. ഭൂമിയെ പോലെ, ആകാശത്ത് പോലെ ഭൂമിയിലും സമാധാനം. ആലോചിച്ച് നോക്കൂ. പക്ഷേ ഞാൻ എൻ്റെ ഉമ്മാക്ക് വേണ്ടി പ്രാർത്ഥിച്ചു വരിക. പക്ഷേ എൻ്റെ ഉമ്മായുടെ സങ്കടത്തെക്കാളും വലുതാണ് എൻ്റെ ഉമ്മ അന്തി ഉറങ്ങുന്ന മണ്ണിന്റെ സങ്കടം, ഈ ഭൂമിയുടെ കരച്ചിൽ. അതിന് കാതു കൊടുക്കണമെന്ന് പറയുന്ന പുതിയ ഇസ്ലാം വന്നിട്ടുണ്ട്. ഗ്രീൻ ഇസ്ലാം എന്നാണ് അതിന്റെ പേര്. മക്കത്ത് ഹജ്ജിന് പോയിട്ട് ലക്ഷക്കണക്കിന് ഒട്ടകങ്ങളെ അറുക്കുന്ന മഹാപാപമാണ്. വിശ്വാസത്തിന്റെ പേരിൽ ഒരു ജന്തുവിനെയും കൊല്ലാൻ പാടില്ല. ഒരു മനുഷ്യന്, ഒരു ജന്തുവിന് നിങ്ങൾക്ക് ജീവൻ കൊടുക്കാനാവില്ലെങ്കിൽ എടുക്കാൻ അവകാശമില്ല എന്ന് പറയുന്ന പുതിയ ഇസ്ലാമുണ്ട്. മാത്രമല്ല, വേദമാതാവാണ് ഇന്ത്യ എന്ന പുതിയ ചിന്താ പദ്ധതി ഇസ്ലാമിനകത്ത് തന്നെ രൂപപ്പെട്ടു വന്നിട്ടുണ്ട്. മൗലാന മുഹമ്മദ് അലിയൊക്കെ ഏതാണ്ട് മ്യൂസിയത്തിലേക്ക് മാറുകയും പുതിയ ഇസ്ലാമിന്റെ ഭാരതീയമായ ചിന്ത, ഇൻഡോളജിക്കൽ ഇസ്ലാം വലിയ തോതിൽ ശക്തിപ്പെട്ടു വരികയും ചെയ്യുന്നുണ്ട്. ഒറ്റ കാര്യം ഓർത്താൽ മതി, ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ അറബ് നാട്ടിലെ പോലെ തലയിൽ തൊപ്പി വെക്കേണ്ടതില്ല സത്യപ്രതിജ്ഞ ചെയ്യാനും തീരുമാനിച്ചില്ല ഇക്കൊല്ലം. ചെറിയ മാറ്റമാണോ? അള്ളാഹു എന്നാൽ ഈശ്വരനാണെന്ന് തീരുമാനിച്ചില്ല ഇക്കൊല്ലം. നമ്മൾ മുന്നോട്ടാണ് പോകുന്നത്. ശുഭോദർക്കമാണ് പുതിയ ഇന്ത്യ.